ഇന്ന് ഞങ്ങളുടെ പോർച്ചുഗലിലെ ഫൈനൽ ഡേ ആണ്. എന്ത് പെട്ടെന്ന് സമയം പോയി. കഴിഞ്ഞ ഒരു 4 നൈറ്റും ഡേയും പോയത് ഞങ്ങൾ അറിഞ്ഞേയില്ല. അത്രയ്ക്ക് രസമായിരുന്നു. അപ്പം ഇന്ന് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അക്കോമഡേഷൻ വെക്കേറ്റ് ചെയ്യാമെന്നുള്ള ഒരു പ്ലാനിലാണ്. ബിക്കോസ് 11 മണിക്കാണ് ചെക്ക് ഔട്ട്. പക്ഷേ 11 മണിക്കാണ് ഞങ്ങൾക്ക് എയർപോർട്ടിനടുത്ത് വണ്ടി റിട്ടേൺ ചെയ്യേണ്ടത്. ഞങ്ങൾ വന്നപ്പോൾ എയർപോർട്ടിനടുത്ത് കാർ റെൻറ്റിൽ നിന്ന് വണ്ടി നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ അവർ വന്ന് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയി നമ്മളവിടുന്ന് വണ്ടി എടുത്താണ് പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ 3-4 ദിവസം സ്പെൻഡ് ചെയ്തത്. വളരെ സ്മൂത്ത് പ്രോസസ്സായിരുന്നു കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഞങ്ങൾക്ക് വണ്ടി റിട്ടേൺ ചെയ്യണം. അവിടുന്ന് പിന്നെ അവർ നമ്മളെ എയർപോർട്ടിലേക്ക് എത്തിക്കും. അങ്ങനെ പല പരിപാടികളാണ്. പക്ഷേ ആദ്യമേ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം എല്ലാം ഒന്ന് കുറച്ചൊക്കെ ചെയ്യണമല്ലോ. നമ്മൾ അങ്ങനെ ഇട്ടിട്ട് പോകാൻ നമുക്ക് പറ്റില്ലല്ലോ. ക്ലീനേഴ്സൊക്കെ അവർക്കുണ്ട്. നമ്മളതിന് എക്സ്ട്രാ പൈസയും കൊടുക്കുന്നുണ്ട്. നമ്മൾ എയർബിഎൻബി വഴിയാണ് ഈ അക്കോമഡേഷൻ ബുക്ക് ചെയ്തത്. എന്നാൽ പോലും നമ്മളുടെ ഒരു രീതി വെച്ചിട്ട് നമ്മൾ അങ്ങനെ എന്താ പറയുക മെസ്സാക്കിയിട്ട് പോവില്ലല്ലോ. സോ അങ്ങനെ എല്ലാ ക്ലീനിങ്ങും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ പോകേണ്ട സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഭയങ്കര ഒരു സങ്കടമാണ്. ഈ ഹോളിഡേ തീരുവാണല്ലോ എന്നാലോചിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു വിഷമം. പിള്ളേർക്കാണേലും ഭയങ്കര ഒരു സങ്കടമാണ്. കഴിഞ്ഞ 3-4 ദിവസം അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളിതാ പതുക്കെ എയർപോർട്ടിലേക്ക് യാത്രയാവുകയാണ്. വെതർ സ്റ്റിൽ നല്ല വെതറാണ്. നല്ല എന്താ പറയുക, അത്യാവശ്യം നല്ല വെയിലും കാറ്റും ഒക്കെ ഉണ്ട്. നമ്മൾ വന്ന അന്ന് രാത്രി ഭയങ്കര ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതൊന്നും കാണാനില്ല. ക്ലൈമറ്റാണ്. അപ്പോൾ ഇത് ഞങ്ങൾ വണ്ടി റിട്ടേൺ ചെയ്തിട്ട് അവർ നമ്മളെ അവരുടെ മിനി ബസ്സിൽ എയർപോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ട്രിപ്പ് എൻഡിങ് ആണ്.